കേരളീയ വാസ്തുകലയുടെ പൂർണ്ണത വിളിച്ചോതുന്ന 2 ഹെറിറ്റേജ് വില്ലകൾ വസുന്ധരയിലുണ്ട്. വച്ചൂരിൽ നിന്നും ചേർത്തലയിൽ നിന്നും പൊളിച്ചുകൊണ്ടുവന്ന കോവിലകങ്ങളാണ് ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നത്. 4 ചുറ്റും വരാന്തകളും നടുമുറ്റവുമൊക്കെയുള്ള ഈ മനകൾ പഴമയുടെയും കൊത്തുപണികളുടെയും ആഢ്യത്വം വിളിച്ചറിയിക്കുന്നു. നമ്മുടെ ഭാരതത്തിലേക്ക് വരുന്ന വിദേശീയർക്ക് നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകം, കേരളത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടുന്ന ഒരു നമ്മുടെ പഴയ കാലത്തെ ഒരു കോവിലകം ഇവിടെ പുനർജനിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. കാരണം വെളിയിൽ വരുന്നവർക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ തറവാടിൻ്റെ ഒരു കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാവണമെങ്കിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതവർക്ക് വളരെ വേഗം മനസ്സിലാവും. അവരെല്ലാം വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്കാരം ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതിനിത് നമ്മുടെ ചേർത്തലയ്ക്കടുത്ത് ഉള്ളൊരു നമ്മുടെ തിരുവിതാംകൂർ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു കോവിലകമാണത്. അവരുടെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം പ്രാദേശികമായി ചർച്ച ചെയ്യുന്നത് ഈ കോവിലത്ത് വെച്ചായിരുന്നു എന്നാണ് ഇതിൻ്റെ അവസാന കാലത്ത് ഇതിൻ്റെ അവകാശിയായിരുന്ന ആചാര്യ വിശാഖം തിരുനാൾ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞുള്ള അറിവാണ് നമുക്കുള്ളത്. ഏകദേശം 200 വർഷം പഴക്കമുണ്ടെന്നും അവരുടെ ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചിരുന്ന ഒരു കോവിലമാണെന്നാണ് പറഞ്ഞത്. അത് അതേപടി അതിൻ്റെ പഴമയും അതിൻ്റെ പൈതൃകവും ഒട്ടും നഷ്ടപ്പെടാതെ നമ്മളിവിടെ പുനർജനിപ്പിച്ചിരിക്കുകയാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് പ്രാദേശികമായി ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയിരുന്ന പ്രശസ്തമായ കോവിലകമായിരുന്നു കുറുന്തോടത്ത് കോവിലകം. പിൽക്കാലത്ത് ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങിയ മഹാരഥന്മാർ കുറുന്തോടത്ത് കോവിലകത്ത് വന്നിരുന്നുവെന്നും ആ ഓർമ്മകൾ ഇപ്പോൾ മഹാസൗഭാഗ്യമായി വസുന്ധര സരോവറിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സൃഷ്ടിപരമായ പാരമ്പര്യ തനിമയുടെയും പൈതൃകത്തിന്റെ ശേഷിപ്പുകളുമായാണ് ഈ കോവിലകം ഇന്ന് വസുന്ധര സരോവറിന്റെ മുറ്റത്ത് പുതിയൊരധ്യായം രചിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഈ കോവിലകത്തിൻ്റെ യഥാർത്ഥ പേര് കുറുന്തോടത്ത് കോവിലകം എന്നാണ്. അതേ പേര് തന്നെയാണ് നമ്മൾ ഈ കോവിലകത്തിനൂടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ആ തനിമ നിലനിർത്തണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ MD ഡോക്ടർ വാസുദേവൻ. അദ്ദേഹം കേരളത്തിൻ്റെ ആ കലാരൂപങ്ങളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വെളിയിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാനും ഇതെല്ലാം മനസ്സിലാക്കാനുമുള്ള എല്ലാ സൗകര്യവുമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് 4 മുറികളുണ്ട്. ഈ 4 മുറികളിലും താമസിക്കുന്നവരെല്ലാം നമ്മുടെ തറവാട് പോലെ ഒത്തുകൂടാൻ, കേരളത്തിൻ്റെ ആ കൂട്ടുകുടുംബ രീതി എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ, ആഹാരമെല്ലാം കഴിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുക, അതിലൂടെ ആ സ്നേഹം പങ്കിടാനും അത് കൂടുതൽ നിലനിർത്താനും എങ്ങനെയാണ് ഉതകുന്നതെന്ന് നമുക്ക് ഇവിടെ കൂടി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം ഈ 4 മുറിയിൽ നിന്നും എല്ലാവരും വൈകുന്നേരം ഇവിടെ കൂടാം, ഈ കായലിലെ കാറ്റ് കൊണ്ട് പുറത്തിറങ്ങിയിരിക്കാം. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് കായലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ആ കായലിൻ്റെ തീരത്ത് തന്നെയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയായതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇത് നിർമ്മിക്കണമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കുകയും അത് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. കായലിന്റെ മനോഹാരിതയും പച്ചത്തുരുത്തുകളുടെ ആയുർസൗഖ്യവും കളിയാടുന്ന ഈ തീരത്ത് ഒരു കൂട്ടുകുടുംബ ജീവിതത്തിന്റെ നാൾ വഴികൾ വീണ്ടും എഴുതിച്ചേർക്കുകയാണ് വസുന്ധര സരോവർ. നഷ്ടമായേക്കാവുന്ന സൗഹൃദത്തിന്റെയും നന്മയുടെയും ഓർമ്മച്ചെപ്പുകളാണ് ഈ കോവിലക കോലായിൽ നിന്നും ഓരോ മുക്കിലും മൂലയിലും വന്നു നിറയുന്നത്. ഇതിൻ്റെ ഫ്ലോറിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ആത്തൻകുടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ തൊഴിലാളികൾ കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആത്തൻകുടി ടൈൽസ്. അവർ ആ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ വരുത്തി നമ്മൾ പറയുന്ന രീതിയിൽ
അവരെ കൊണ്ട് ചെയ്യിക്കുകയും ഇതിൻ്റെ പോളിഷ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ തേങ്ങ പീര വറുത്ത് ആ തേങ്ങാപ്പീര വറുത്ത് കിഴി കെട്ടിയാണ് ഇത് പോളിഷ് ചെയ്യുന്നത്. അതാണ് ഈ പോളിഷിങ്ങിൻ്റെ പ്രത്യേകത. നമ്മളത് ഉപയോഗിക്കും തോറും ഇതിൻ്റെ പോളിഷിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും. അത്തരം വളരെ എന്താ പറയുക, ആ പ്രകൃതിദത്തമായ രീതിയിൽ ഉപയോഗിക്കുകയും പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഇതിൻ്റെ പോളിഷിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളീയ വാസ്തുകലയുടെ എല്ലാവിധ ഒരുക്കങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കോവിലകത്തിൻ്റെ മുകൾ തട്ടും കലാചാരുതയുള്ള തൂണുകളും ഏതോ പഴമയുടെ പൊരുളുകൾ ഇതൾ വിരിക്കുന്നത്. വറുത്തെടുത്ത തേങ്ങാപ്പീരയുടെ കിഴികൊണ്ട് തമിഴ്നാട്ടിലെ പണിയാളന്മാരായ മക്കൾ തെളിച്ചെടുക്കുന്ന ആത്തുംകുടി ടൈലുകളുടെ ദൃശ്യമഹിമയും പൊലിമയും വസുന്ധര സരോവർ പ്രീമിയറിൻ്റെ കോവിലകത്തളങ്ങളിൽ കരുതി വയ്ക്കുന്ന പ്രാധാന്യം ഇന്ന് ചരിത്രത്തിൻ്റെ വർത്തമാണ്. അതോടൊപ്പം ആധുനികതയുടെ പുതിയ മുഖവും ഇവിടമാകം സമ്പന്നമാക്കുന്നു.